ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ സ്വീറ്റ് ബനാന സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ബനാന സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുപഴമാണ്. ഞാനിപ്പോൾ ഒരു 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ ഈ പഴമെല്ലാം ഈ മുട്ടയിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കറുവാപ്പട്ട പൊടിച്ചതും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ മണമൊന്നും ഉണ്ടാകില്ല. അപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ അത് ചേർക്കണില്ല. ഇനി നമുക്ക് നല്ലതുപോലെ കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഴം ഇങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട കൊണ്ടിങ്ങനെ കവർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരും. ഒരു മുട്ട നമുക്ക് മതിയാവും. അപ്പോൾ ഈ 2 മുട്ട ബാക്കി ഉണ്ടാവും. അതിലേക്ക് ഒരല്പം കുരുമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ഓംലെറ്റ് തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. ബാക്കി വരുന്ന മുട്ടയിൽ നമ്മളിങ്ങനെ മുട്ടയിൽ ഇത് കവർ ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ പഴമൊന്നും ഇങ്ങനെ പൊട്ടിപ്പോകാതെ കിട്ടും നമുക്ക്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒരു 50 ഗ്രാം അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തിട്ട് കൂടെ തന്നെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കര കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ ശർക്കരയെല്ലാം നല്ലതുപോലെ ഉരുകി കിട്ടണം. ഇതുപോലെ ഉരുകി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് കൂടിയാണ്. അപ്പോൾ ഈ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടിയാണ്. ഈ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നിലക്കടല വറുത്തതാണ്. അപ്പോൾ ഞാൻ വറുത്ത നിലക്കടല ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നന്നായിട്ടൊന്നും പൊടിച്ചിട്ടില്ല. അപ്പോൾ 1/2 കപ്പ് അളവിലുണ്ട്, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ അവിൽ കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വീറ്റ് ബനാന സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ മിക്സ് എല്ലാം നന്നായിട്ട് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ലേ, ആ പഴത്തിനുള്ളിൽ ഈ ഫില്ലിംഗ് എല്ലാം ഒന്ന് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പഴം ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ടൊന്ന് വകന്ന് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ആക്കിയെടുക്കണം. ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റിയാൽ മതിയാവും. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവൽ മിക്സ് എല്ലാം ചെറിയ ചെറിയ റോളാക്കി മാറ്റിയതിന് ശേഷം ഈ പഴത്തിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഈ സ്വീറ്റ് ബനാന സ്നാക്സ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കയ്യിൽ വെച്ചിട്ടൊന്ന് ബോൾ ചെയ്തെടുക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റോൾ ചെയ്തെടുത്താലും മതിയാവും. അതിനുശേഷം ഫൈനലി നമുക്ക് ഒരല്പം തേന് കൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേനൂറും സ്വീറ്റ് ബനാന സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. നമ്മുടെ കുട്ടീസിനും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ
വരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.